നമ്മളെ വിട്ടൊരിക്കലും പോകില്ലെന്നുറപ്പുള്ളവരെ പരിഗണിക്കാൻ പൊതുവെ മനുഷ്യർക്ക് മടിയാണ്. ഞാൻ എന്ത് ചെയ്താലും അവൻ എൻ്റെ കൂടെ കാണും എന്നൊരു ഉറപ്പുള്ളത് കൊണ്ട് പലപ്പോഴും ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടവരെ പരിഗണിക്കാൻ നമുക്ക് സാധിക്കാറില്ല. ചിലപ്പോൾ വലിയ സാമ്പത്തികമായ സഹായമോ മറ്റെന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതോ ആയിരിക്കില്ല അവരുടെ സന്തോഷം. കേവലം ഒരു പരിഗണനയായിരിക്കും. അവിടുത്തെ ജീവിതത്തിൽ തൻ്റെ ഭാര്യമാരോടും കൊച്ചുമക്കളോട് വരെ വലിയ പരിഗണന കാണിച്ചതായി നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹിക്ക് ഒരുപാട് സമ്മാനങ്ങൾ അവിടുത്തെ സദസ്സിൽ ലഭിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ പാല് റസൂലുള്ളാഹിക്ക് സമ്മാനമായി കിട്ടിയപ്പോൾ അവിടുത്തെ പതിവ് അവിടുന്ന് അല്പം കുടിച്ച് ബാക്കിയുള്ളത് തൻ്റെ വലതുവശത്തുള്ള ആളുകൾക്ക് കൊടുക്കും. പക്ഷേ അന്ന് വലതുവശത്തിരിക്കുന്നത് ഒരു ചെറിയ കുട്ടിയും ഇടതുവശത്തിരിക്കുന്നതാവട്ടെ മുതിർന്നവരായ ആളുകളും. അവരെ ബഹുമാനിക്കുക എന്ന നിലക്ക് ഇടതുവശത്തുള്ള മുതിർന്നവർക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ തൻ്റെ വലതുവശത്തിരിക്കുന്നത് ഒരു കുട്ടിയാണെങ്കിലും ആ കുട്ടിയെ പരിഗണിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ള കുട്ടിയോട് സമ്മതം ചോദിച്ചു, ഞാൻ ഇടതുവശത്തുള്ള ആളുകൾക്ക് കൊടുത്തോട്ടെ എന്ന്. പക്ഷേ കുട്ടി പറഞ്ഞത്, റസൂലുള്ളാഹിയിൽ നിന്ന് ലഭിക്കുന്നത് ഞാൻ മറ്റാർക്കും കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല, റസൂലുള്ളാഹിന്റെ ബറക്കത്ത് എനിക്ക് തന്നെ വേണമെന്നാണ്. ഇവിടെ കുട്ടിയെ പരിഗണിച്ചു, മുതിർന്നവരെയും അള്ളാഹുവിന്റെ റസൂൽ പരിഗണിക്കുകയാണല്ലോ ചെയ്തത്. കാരണം റസൂലുള്ളാഹിക്ക് തങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ ചേർന്ന് നിൽക്കുന്നവരോടെങ്കിലും പരിഗണനയുടെ അഭാവം നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതും ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതുമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.